അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസ്ൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ നോക്കി കാണുന്നത്. ഇതിൽ ആദം അലൈഹിസ്സലാം, ഹവ്വ റളിയല്ലാഹു തആല അൻഹ, ഇബ്ലീസ്, ശൈത്താൻ, ഇവരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളും ഇതുപോലെ അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധിയായി ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ഈ അവസ്ഥാവിശേഷങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള തുടരുന്നു, ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദീസ് വേഴ്സ്, ഈ വചനത്തിൻ്റെ പ്രഥമ ഭാഗത്ത് വി ക്യാൻ സീ ദാറ്റ് ആദം ആൻഡ് ഹിസ് വൈഫ്, നമുക്ക് ആദം അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹവ്വ റളിയല്ലാഹു തആല അൻഹയെയും കാണാൻ കഴിയും. എങ്ങനെയാണ്? വെർ ടെംപ്റ്റഡ് ബൈ സാത്താൻ ഷെയ്ത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതായിട്ട്. അവർ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് താമസിക്കുമ്പോൾ നിങ്ങൾ മിനിമം ചില കൽപ്പനകൾ നൽകി, നിങ്ങൾ ഈ വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞ് അവർ സുഖസമ്പൂർണമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കഴിയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയുന്ന ആദം ആൻഡ് ഹിസ് വൈഫ് വെർ ടെംപ്റ്റഡ് ബൈ സാത്താൻ, പിശാച് അവരെ പ്രേരിപ്പിച്ചു. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു തആല അൻഹയെയും പ്രേരിപ്പിക്കാൻ കഴിഞ്ഞ ശൈത്താന് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ കാര്യം എന്തുമായിരിക്കും? ആൻഡ് ദേ വേർ റിമൂവ്ഡ് ഫ്രം ദ പ്ലേസ്. അങ്ങനെ അവർ നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന സംശുദ്ധമായ ഒരു സ്ഥാനത്ത് നിന്ന് അവൻ നീക്കം ചെയ്തു. അവിടെ നിന്ന് ദേ വേർ മെന്റ് ടു ഡെൽ ഇൻ, അവിടാണ് അവരെ താമസിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് അവരെ നീക്കം ചെയ്തു. ആൻഡ് ദേ വെർ ഡിപ്രൈവ്ഡ് ഓഫ് ഓൾ ദ കംഫർട്ട്സ് ദേ എൻജോയ്ഡ്. അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അപഹരിക്കപ്പെട്ടു. ഇതുപോലെ നമ്മളും ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ അപഹരിക്കപ്പെടും, നമ്മളിൽ നിന്നും എടുത്ത് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, നമുക്കൊരു ബോഡിയുണ്ട്. ഈ ബോഡിയിലാണ് ഈ ആത്മാവ് നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നീക്കുന്നില്ല എങ്കിൽ ഈ ശരീരത്തിൽ ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ബോഡി നമുക്ക് തന്നിരിക്കുന്നത് 5 നേര പ്രാർത്ഥന നിർവഹിക്കുവാൻ കൂടിയാണ്. 5 നേര പ്രാർത്ഥന നിർവഹിക്കാത്ത നമുക്ക് നമ്മുടെ ശരീരങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും.
അപ്പോൾ അവൻ തന്ന ബോഡി അവൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പ്രഥമ കൽപ്പന നിറവേറ്റിക്കൊണ്ട് നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യം സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് പറഞ്ഞു. നിഷിദ്ധമായ യാതൊന്നിലേക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരാവയവങ്ങളെ പ്രവർത്തിപ്പിക്കരുത്. അത് കണ്ണ്, നാക്ക്, ചെവി, കൈ, കാല് എല്ലാം സംശുദ്ധമായ കാര്യത്തിന് വേണ്ടിയാണ് അവൻ നൽകിയിരിക്കുന്നത്. Despite having learned all the basic principles of life, ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ളതെല്ലാം പഠിച്ചു എങ്കിലും all the divine attributes, അതുപോലെ ദൈവികമായ സവിശേഷ ഗുണങ്ങളും പഠിച്ചു എങ്കിലും yet Adam led himself to be driven by the satanic forces. ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ആദം അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ മനസ്സിലാക്കിയിരുന്നെങ്കിലും എങ്കിൽ പോലും ആദം ലെറ്റ് ഹിംസെൽഫ്, അവൻ സ്വയം അവന് പോകേണ്ടി വന്നു ടു ബി ഡ്രിവൺ ബൈ ദ സാത്താനിക് ഫോഴ്സസ്. ഈ സാത്താനിക ഫോഴ്സസ്, പൈശാചിക ശക്തികളുടെ പ്രേരണാവലയത്തിലകപ്പെട്ട് അദ്ദേഹം ആ സമുന്നതമായ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറേണ്ടി വന്നു. അള്ളാഹ് റിപ്രിമാൻഡഡ് ഹിം. അങ്ങനെ അള്ളാഹു തആല അദ്ദേഹത്തെ ശകാരിച്ചു. ഇതുപോലെ എത്ര ശകാരങ്ങളാണ് നമ്മുടെ മേൽ സത്യത്തിൽ വന്നിട്ടുള്ളതും ഏറ്റുവാങ്ങിയിട്ടുള്ളതും. നമുക്ക് സുഖസൗകര്യമായിട്ടുള്ള ജീവിതത്തിന് പകരം എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളുമാണ് നമ്മെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദം അലൈഹിസ്സലാമിനും ഹവ്വാ റളിയല്ലാഹു തആല അൻഹും അഭിമുഖീകരിച്ചതുപോലെ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ സ്ഥലങ്ങൾ തന്നിരിക്കുകയാണ് മുസ്തഖറായിട്ട്. കുറച്ചു കാലം നിങ്ങളിവിടെ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ കഴിയാൻ പറഞ്ഞ നിലയിൽ നമ്മൾ കഴിയണം. അവിടെ അപ്രമാദിത്വമൊന്നും കാണിക്കാൻ പാടില്ല. ഇനി ഇൻ ദ സെക്കൻഡ് പാർട്ട്, ആ വചനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് വി കുഡ് സീ, നമുക്ക് കാണാൻ കഴിയും ദാറ്റ് മാൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് ലീവ് ഓൺ എർത്ത്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. വേർ ഹിസ് പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ എ ടൈം. ഒരല്പകാലത്തേക്ക് അവർക്ക് അവിടെ കഴിയുന്നതിനുള്ള സാധന സാമഗ്രികളൊക്കെ, ഭക്ഷണ സാധനങ്ങളൊക്കെ അവൻ അവിടെ നൽകിയിട്ടുണ്ട്. ദ വേർഡ് ഫോർ എ ടൈം, ഒരല്പകാലത്തേക്ക് എന്നുള്ള ആ വാക്ക് സപ്പോസ് ദാറ്റ് നോ മാൻ വിത്ത് ഹിസ് ഫിസിക്കൽ ആൻഡ് ടെമ്പറൽ ബോഡി ക്യാൻ അസെൻഡ് ടു ഹെവൻ. ഒരല്പകാലത്തേക്ക് താമസിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഈ ബോഡി ആണ് എന്ന് പറയുമ്പോൾ, ഒരല്പകാലത്തേക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും അത് പിന്താങ്ങുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് നോ മാൻ വിത്ത് ഹിസ് ഫിസിക്കൽ ആൻഡ് ടെമ്പറൽ ബോഡി. ഈ ശരീരം കൊണ്ടും ഈ താൽക്കാലിക ശരീരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിൽ ചെറിയ ഈ താൽക്കാലിക ശരീരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യനും ആകാശത്തിലേക്ക് കയറിപ്പോകാൻ സാധിക്കില്ല എന്ന കാര്യം കൂടി അതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഹീ ഈസ് കണ്ടംഡ് ടു ലീവ് ഓൺ എർത്ത് ടിൽ ഹി ഡൈസ്. അവനെ പുച്ഛിക്കപ്പെട്ട നിലയിൽ മരണം വരെ അവന് ഭൂമിയിൽ തന്നെ കഴിയേണ്ടി വരും. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് നമ്മൾ ജീവിക്കാതെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവന് ഈ ഭൂമി വിട്ട് വേറെ എങ്ങോട്ടൊന്നും കയറിപ്പോകാനൊന്നും സാധിക്കില്ല എന്നും അവൻ പുച്ഛിക്കപ്പെട്ട നിലയിൽ ഈ ഭൂമിയിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജീവിതത്തെ കാണുക. അതിന് വേണ്ടുന്ന എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും അള്ളാഹു ഗ്രന്ഥരൂപത്തിലൂടെ നൽകിയിരിക്കുന്നു. അത് പറഞ്ഞു തരുന്നതിനും പഠിപ്പിക്കുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനുമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവൻ ഈ ഭൂമിയിൽ
ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, കുറ്റങ്ങളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. അതൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, കറക്ഷനാണ് നമ്മൾ നടത്തേണ്ടത് ഓരോ മനുഷ്യനും. അതുകൊണ്ടാണ് തുടർന്ന് അല്ലാഹു തആല പറയുന്നു, സൂറ ബഖറയിലെ 38-ാമത്തെ വചനം തുടരുന്നു, ഫതലഖ ആദം മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഫതലഖ ആദം അലൈഹിസ്സലാം സ്വീകരിച്ചു, ഏറ്റെടുത്തു, അദ്ദേഹത്തിന് ലഭിച്ചു എന്നൊക്കെയാണ് അർത്ഥം. മിൻ റബ്ബിഹി തൻ്റെ രക്ഷിതാവിൽ നിന്ന്, കലിമാത്തിൻ ചില വാക്കുകൾ, ചില പ്രാർത്ഥനകൾ, ഫതാബ അലൈഹി അദ്ദേഹം അവനിലേക്ക് മടങ്ങി, അള്ളാഹുവിലേക്ക് മടങ്ങി, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് മടങ്ങി. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയമായും അള്ളാഹു പാവങ്ങളെ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവന്, അർ റഹീം, അതുപോലെ അങ്ങേയറ്റം കരുണയുള്ളവനുമാണ്. അപ്പോൾ ഇവിടെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ അനിഷ്ടം അല്ലാഹു തആല പ്രകടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആ പ്രതിസന്ധിയെ അതിജീവിക്കാമെന്ന് ഖുർആൻ പറയുന്നു. അത് ആദം അലൈഹിസ്സലാം ഏറ്റെടുത്തു, അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം അംഗീകരിച്ചു, ലഭിച്ചതിനെ സ്വീകരിച്ചു. മിൻ റബ്ബിഹി തൻ്റെ രക്ഷിതാവിൽ നിന്ന് കലിമാത്തിന് ചില പ്രാർത്ഥനാ വചനങ്ങൾ. ഫതാബ അലൈഹി അദ്ദേഹം പശ്ചാത്തപിച്ചു, തെറ്റ് സംഭവിച്ചു പോയി എന്ന് ഏറ്റു പറഞ്ഞു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു തആല അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അവനിലേക്ക് മടങ്ങുന്നവരെ, അവനിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അവൻ അങ്ങേയറ്റം കരുണാവാരിധിയായിട്ട് തിരിയുന്നതാണ്. തെറ്റ് സംഭവിച്ചു പോയിരിക്കുന്നു, ക്ഷമിക്കണം എന്നുള്ള ഇത് പറയുമ്പോൾ അല്ലാഹു തആല വളരെ കാരുണ്യത്തോട് കൂടി തിരിയുന്നതാണ്. അങ്ങനെ ആദമിന് തൻ്റെ രക്ഷിതാവിൽ നിന്നും ചില വചനങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനം സൂറ അഅ്റാഫിൽ പറയുന്നുണ്ട്. കാല, അവർ ഇരുവരും പറഞ്ഞു, ആദമും ഹവ്വായും പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ നാഥ, ലലംന, ഞങ്ങൾ അക്രമം ചെയ്തു പോയി, അൻഫുസന, ഞങ്ങളുടെ ആത്മാക്കളോട്, വൈലം തഗ്ഫിർലന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയുണ്ടായി. സൂറ അഅ്റാഫിൽ 23-ാമത്തെ വചനത്തിൽ ആ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, തെറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് തെറ്റുകളും വീഴ്ചകളും സംഭവിക്കുമ്പോൾ അത് തിരുത്തിയിട്ട് സംശുദ്ധമായ നിലയിൽ അല്ലാഹുവിലേക്ക് തിരിയുക. ഈ പ്രാർത്ഥന നമുക്ക് ദിവസവും ചെല്ലേണ്ടതാണ്. റബ്ബന ലലംന അൻഫുസന, തമ്പുരാനെ, രക്ഷിതാവേ, ഞങ്ങളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്ന ജഗന്യന്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചവരാണ്. വൈലം തഗ്ഫിർലന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് കാരുണ്യം കാട്ടിയില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോകുന്നതാണ്. ഈ വചനം ആണ് പ്രാർത്ഥന നടത്തുവാനായിട്ട് അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന് നൽകിയത്. അവരിരുവരും അപ്രകാരം പ്രാർത്ഥിക്കുകയും പാപമോചനം നേടുകയും ചെയ്തു. അപ്പോൾ തെറ്റ് ചെയ്യുന്ന നമുക്കും ഈ പ്രാർത്ഥനാവചനം എപ്പോഴും ഒരു താങ്ങുവള്ളിയായിട്ട് നിന്ന് നമ്മൾ അതിൽ പിടിച്ച് അല്ലാഹുവിലേക്ക് കയറിപ്പോകുവാൻ പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ശരിയായ ദിശാബോധം നൽകി ഐക്യലോകത്തെയും പാരത്രിക ലോകത്തെയും വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റില്ല.